ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് വണ്ടൂരിൽ ആവേശകരമായ സ്വീകരണം. രാത്രി 8 മണിയോടെയാണ് ജാഥ ക്യാപ്റ്റൻ സമ്മേളന നഗരിയിലെത്തിയതെങ്കിലും സ്ത്രീകളടക്കമുള്ള വൻ ജനക്കൂട്ടം വേദിക്ക് മുൻപിൽ പ്രിയ നേതാവിനെ കാത്തു നിൽക്കുകയായിരുന്നു. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഇടതുമുന്നണി ചരിത്ര വിജയത്തോടെ 3ാം തവണയും അധികാരത്തിൽ എത്തുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം നിലനിൽക്കണമെങ്കിൽ വർഗീയതയെ ചെറുത്തു പരാജയപ്പെടുത്തണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം, ഞാൻ മിക്കവാറും ആളുകളെ പറ്റി ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കെല്ലാം വിശ്വാസമുണ്ട് എന്നാണ്. അല്ല, കുറിയെല്ലാം തൊട്ടവരുണ്ട് ഇല്ലേ? വിശ്വാസമില്ലേ? നിങ്ങൾ വിശ്വാസിയാണോ? അല്ലേ? എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടറിയാം പരമാവധി ആരാ? വിശ്വാസികൾ. വിശ്വാസികൾ വർഗീയവാദികളാണോ? നിങ്ങൾ പറ. വിശ്വാസികൾ വർഗീയവാദിയാണോ? അല്ല. വർഗീയവാദികൾക്ക് എന്തില്ല? വിശ്വാസമില്ല. അവൻ രാഷ്ട്രീയാധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. അതിൻ്റെ ചവിട്ടുപടിയായി വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വർഗീയതയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗാര വിശ്വാസികളാണ്. അപ്പോൾ വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കണമെന്നാണ് ഈ ജാഥ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ വർഗീയ നിലപാടുകൾക്കെതിരായി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകണം. ഇവിടെ എല്ലാ ജാതി വിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും വർഗീയതയും കൂട്ടുചേർത്തുകൊണ്ടാണ് UDF മുന്നോട്ടേക്ക് പോകുന്നത്. VD സതീശൻ ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ വരുന്നുണ്ട്. മൂപ്പർ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയെ കൂട്ടുക, BJPയെ കൂട്ടുക, ലീഗും കോൺഗ്രസും 4 ഈ 4 എണ്ണത്തിനെയും ചേർത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു കോർഡിനേറ്ററായിട്ടാണ് ഞാൻ ഈ പ്രസംഗത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് പറയുന്ന VD സതീശനുള്ളത്. ഈ VD സതീശൻ്റെ ഈ വർഗീയ നിലപാടിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ നമുക്കാവണം. അത് തീർച്ചയായും ഈ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും അതിശക്തിയായ ഒരു വികാരമായിട്ട് രൂപപ്പെട്ടു വന്നാൽ നമുക്കൊരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. ജാഥയെ നിലമ്പൂർ റോഡിൽ അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സ്വാഗത സംഘം ഭാരവാഹികളും LDF നേതാക്കളും റെഡ് വാളണ്ടിയർമാർ വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങൾ, മുത്തുക്കുടകൾ, പേപ്പർ ബാസ്റ്റ്, വർണ്ണ ബലൂണുകൾ, കരിമരുന്ന് പ്രയോഗങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വരവേറ്റു. തുടർന്ന് തുറന്ന വാഹനത്തിലാണ് ജാഥ ക്യാപ്റ്റനെ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചത്. മണൽമേൽപ്പാടം ബസ് സ്റ്റാൻഡിലാണ് സ്വീകരണ ചടങ്ങ് ഒരുക്കിയത്. 5 മണിയോടെ കുണ്ടുതോട് നയന ഗോപിയുടെയും കരുവാരക്കുണ്ട് അൻവിക സതീശും ഗാനാലാപനത്തിന് തുടക്കമിട്ടു. തുടർന്ന് നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലിയുടെ പാട്ടും പറച്ചിലും, അതിനുശേഷം CPIM വാണിയമ്പലം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലെ ശാന്തിനഗർ പെരുമുണ്ടശ്ശേരിയിലെ പൂശാലി രേഷ്മയുടെ നേതൃത്വത്തിലുള്ള ശ്രീമുരുക കൈകുട്ടിക്കളി സംഘം വിപ്ലവ ഗാനങ്ങളിലൂടെ അവതരിപ്പിച്ച കൈകുട്ടിക്കളിയും ചടങ്ങിൻ്റെ മാറ്റുകൂട്ടി. CPM ഏരിയ സെക്രട്ടറി MT അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജാഥ മാനേജർ P സന്തോഷ് കുമാർ, KS സലീഖ, മാത്യു കുന്നപ്പള്ളി, PP ദിവാകരൻ, മനയത്ത് ചന്ദ്രൻ, അഡ്വക്കേറ്റ് AJ ജോസഫ്, കാസിം ഇരിക്കൂർ, അഡ്വക്കേറ്റ് നൈസ് മാത്യു, അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, J ക്ലീറ്റസ്, N കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക്. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.